ഡിയർ സ്റ്റുഡൻസ്, ശരത് സാറാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്നിലധികം കപ്പാസിറ്റേഴ്സിനെ ഈ ഫിഗറിൽ കാണുന്നത് പോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഡെറിവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഈ ഫിഗറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് ഈ കപ്പാസിറ്റേഴ്സ് C1, C2, C3 എന്നീ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട്, അതായത് എൻ ടു എൻ കണക്ഷൻ, ഒരു കപ്പാസിറ്ററിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, അതിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, അങ്ങനെ എൻ ടു എൻ കണക്ഷൻ വഴി ഈ വി പൊട്ടൻഷ്യലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സീരീസ് കണക്ഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നൊരു കാര്യം, ഒന്നിലധികം ഡിവൈസുകളെ, ഒന്നിലധികം റെസിസ്റ്റൻസുകളെ നമ്മൾ സീരീസ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. അതായത് കറണ്ട് സെയിമും പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓരോ ഡിവൈസിനും കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത്തരം ഡെറിവേഷൻസിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈലക്ട്രിക് മീഡിയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ കപ്പാസിറ്ററുകളിലെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ അളവ് തുല്യമായിരിക്കും. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈച്ച് കപ്പാസിറ്റർ ക്യാരീസ് ദ സെയിം എമൗണ്ട് ഓഫ് ചാർജ്. അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ ചാർജ് സെയിം ആണ്, അതുപോലെ തന്നെ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ കപ്പാസിറ്ററിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്കറിയാം, ഇവിടെ V1, V2, V3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെ സം ചെയ്താൽ നമുക്ക് ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, അതായത് അപ്ലൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. V = V1 + V2 + V3. ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡെറിവേഷൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാരഗ്രാഫിലേക്ക് ഒന്ന് പോകാം. ഇൻ എ സീരീസ് കോമ്പിനേഷൻ ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് കണക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. സോ വേർ C1, C2, C3 ആർ ദ capacitances of each capacitors. Let V be the potential difference applied across the series combination. Each capacitor carries the same amount of charge and this is the property of series combination. Okay, then let V1, V2, V3 be the potential differences across each capacitor C1, C2 and C3 respectively. So ഈ 3 കപ്പാസിറ്റേഴ്സിനും ഡിഫറൻറ്റ് കപ്പാസിറ്റി ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ C1, C2, C3 എന്ന് പറഞ്ഞ് അതിന് 3 പേരുകൾ കൊടുത്തിരിക്കുന്നത്. ആ 3 കപ്പാസിറ്റേഴ്സിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകളാണ് V1, V2, V3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈഡ് പൊട്ടൻഷ്യൽ V = the sum of V1 + V2 + V3. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ V1, V2, V3 ഈ 3 ടേമുകളെയും അതുപോലെ V ടോട്ടൽ പൊട്ടൻഷ്യലിനെയും റീപ്ലേസ് ചെയ്യാൻ നമുക്ക് V = Q/C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ V = Q/C എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഈ V1-നും V2-നും V3-ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ കപ്പാസിറ്ററിനെ ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറൊക്കെ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ എനിവേ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. So the potential difference across each capacitors are given by V1. That means potential difference across the first capacitor. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ അളവ് തുല്യമാണ്. അതുകൊണ്ട് Q/C എന്ന് പറയുന്ന ഇക്വേഷനിൽ Q1, Q2, Q3 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ കപ്പാസിറ്ററിനും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചാർജ്, ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ കപ്പാസിറ്ററിനും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചാർജ് തുല്യമായിരിക്കും. ഓക്കെ, സോ V1 = Q/C1, then V2 = Q/C2, then V3 = Q/C3. സോ നമ്മൾ V1, V2, V3ക്ക് പകരം Q/C1 + Q/C2 ആൻഡ് Q/C3 ഇങ്ങനെ 3 ടേമുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്കറിയാം ഈ സീരീസ് കോമ്പിനേഷനെ, ആ സീരീസ് കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണോ അത്രയും തന്നെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മൾ ഈ സർക്യൂട്ടിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമുക്ക് അതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ആ സർക്യൂട്ടിന് അക്രോസ് കൊടുത്തിരിക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് V is equal to Q/C എന്ന് ജനറലായിട്ട് എഴുതാം. V is equal to Q/C. അതായത് ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനെയും കൂടെ ഒരു സിംഗിൾ കപ്പാസിറ്ററായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ സിംഗിൾ കപ്പാസിറ്ററിൻ്റെ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് Q/C എന്ന് എഴുതാനായിട്ട് പറ്റും. അവിടെ C എന്ന് പറയുന്നത് ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും കൂടെ കോമ്പിനേഷൻ കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് C എന്ന് പറയുന്നത്. സോ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എ സിംഗിൾ കപ്പാസിറ്റർ വിത്ത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C, then V is equal to Q/C. സോ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള VA നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഈ Q/C എന്ന് പറയുന്ന ടേം വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. V1നെ നമുക്ക് Q/C1 വെച്ച് റീപ്ലേസ് ചെയ്യാം, V2നെ Q/C2 വെച്ച് റീപ്ലേസ് ചെയ്യാം, ആൻഡ് V3യെ നമുക്ക് Q/C3 വെച്ചും റീപ്ലേസ് ചെയ്യാം. അതായത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 and 3യെ എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു? ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 V എന്ന് പറയുന്ന ടേംസിനെ എല്ലാം Q/C വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് വൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V ഉണ്ടായിരുന്നു, അത് Q/C എന്ന് എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ V1 ഉണ്ടായിരുന്നു, അത് Q/C1 ആക്കി, പ്ലസ് നെക്സ്റ്റ് Q/C2 പ്ലസ് Q/C3. ഇതിലെല്ലാത്തിലും സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് Q എന്ന് പറയുന്ന ഒരു ടേമിനെ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേംസിലും നമുക്ക് എന്തുണ്ട്? Q ഉണ്ട്. Q ക്യാൻസൽ ചെയ്യാം. Q ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. അപ്പോൾ ഇതാണ് 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഉള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 ആണ്. ഇനി ഇങ്ങനെ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ 3 കപ്പാസിറ്റേഴ്സാണ് എടുത്തത്, 50 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 പ്ലസ് 1/C4 അങ്ങനെ എവിടെ വരെ എഴുതാൻ പറ്റും? 1/C50. 50 എണ്ണം ഉണ്ടെങ്കിൽ 1/C50 വരെ എഴുതാനായിട്ട് പറ്റും. സോ ഇഫ് ദർ ആർ n capacitors connected in series, then the effective capacitance is given by 1/C is equal to 1/C1 plus 1/C2 plus 1/C3 etc. up to 1/Cn. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓരോ കപ്പാസിറ്ററും ഡിഫറൻറ്റ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇനി നിങ്ങൾ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റേഴ്സ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, അതായത് n കപ്പാസിറ്റേഴ്സിനെ നിങ്ങൾ ഐഡൻറ്റിക്കലായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും? അതായത് 1/C', അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ ഞാൻ C' നമുക്ക് കൊടുക്കുകയാണ്. സോ 1/C' ഇസ് ഈക്വൽ ടു 1/C പ്ലസ് 1/C പ്ലസ് 1/C. ഇങ്ങനെ എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലും അത് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ 1/C പ്ലസ് 1/C പ്ലസ് 1/C എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 1/C' ഇസ് ഈക്വൽ ടു 3/C എന്ന് എഴുതാം അല്ലേ? 1/C' ഇസ് ഈക്വൽ ടു 3/C. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? C' ഇസ് ഈക്വൽ ടു C/3 എന്ന് കിട്ടും. C' ഇസ് ഈക്വൽ ടു C/3. അപ്പോൾ ഇവിടെ 3 കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ്, 3 ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മളിവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് C/3, അതായത് നമ്പർ ഡിനോമിനേറ്ററിൽ വന്നു, C/3 എന്ന് വന്നു. അങ്ങനെ n കപ്പാസിറ്റേഴ്സിനെയാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ, n കപ്പാസിറ്റേഴ്സിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ വരും? C' ഇസ് ഈക്വൽ ടു C/n എന്ന് വരും. C' ഇസ് ഈക്വൽ ടു C/n. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇഫ് n ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ദെൻ ഇറ്റ്സ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഗിവൺ ബൈ C divided by, അതായത് കപ്പാസിറ്റി ഓഫ് 1 കപ്പാസിറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതായത് C' ഇസ് ഈക്വൽ ടു C/n എന്ന് പറയുന്നതായിരിക്കും ഇവിടെ n ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2 കപ്പാസിറ്റേഴ്സിനെ മാത്രമാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമുക്ക് 1/C' ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 എന്ന് വരും അല്ലേ? 1/C' ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. അതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? C2 പ്ലസ് C1 ഡിവൈഡഡ് ബൈ
C1 C2 എന്ന് കിട്ടും. C2 പ്ലസ് C1 ഡിവൈഡ് ബൈ C1 C2. അത് 1/C ഡാഷിൻ്റെ ഇക്വേഷനാണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? C ഡാഷ് ഇസ് ഈക്വൽ ടു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആയിരിക്കും. ഓക്കെ, C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. But if only two capacitors are connected in series, then its effective capacitance is given by C1 C2 divided by C1 plus C2. അങ്ങനെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് കപ്പാസിറ്റേഴ്സിനെ മാത്രമാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ 1/C1 plus 1/C2 is equal to 1/C അല്ലെങ്കിൽ C ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് C ഡാഷ് ഇസ് ഈക്വൽ ടു ഓർ C സീരീസ് ഇസ് ഈക്വൽ ടു C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഡെറിവേഷൻ്റെ കൺക്ലൂഷൻ എന്താണെന്നും കൂടെ ഒന്ന് നോക്കാം. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/C is equal to 1/C1 plus 1/C2 plus 1/C3 എന്നാണ്. Thus, the reciprocal of the effective capacitance is equal to the sum of the reciprocal of individual capacitances. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ, അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ 1/C എന്നാണ്. സോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിൻ്റെയും റെസിപ്രോക്കലിൻ്റെ സമ്മിന് തുല്യമാണ് എന്നുള്ളതാണ് നമ്മളുടെ കൺക്ലൂഷൻ. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. എ സീരീസ് കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനുമായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷന് നേരെ വിപരീതമായിട്ടാണ് ഇവിടെ കപ്പാസിറ്ററിൻ്റെ കേസിൽ സംഭവിക്കുക. അതായത് റെസിസ്റ്റേഴ്സിനെ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്തിരുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആയിരുന്നു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നത്. കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ നേരെ മറിച്ചാണ്. കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുകയുമാണ് ചെയ്യുക. ഓക്കെ, സോ ദസ് the effective capacitance will be less than the lowest capacitance in the combination. നമ്മൾക്ക് തന്നിരിക്കുന്ന കോമ്പിനേഷൻ ഏതാണോ ആ കോമ്പിനേഷനിലെ ഏറ്റവും ലോവസ്റ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എത്രയാണോ അതിലും കുറവായിരിക്കും എന്തെന്ന് പറയണത് ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 25 മൈക്രോ ഫാരഡും 100 മൈക്രോ ഫാരഡും ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ആ സീരീസ് കോമ്പിനേഷൻ കൊണ്ട് കിട്ടുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ആ കോമ്പിനേഷനിൽ നമുക്ക് കണക്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് കപ്പാസിറ്റിയുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണോ, അതായത് 25 മൈക്രോ ഫാരഡ്, ആ 25ലും കുറവായിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ്റെ വാല്യൂ. അതായത് 100 മൈക്രോ ഫാരഡും 25 മൈക്രോ ഫാരഡും നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 25ലും താഴെയായിരിക്കും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോമ്പിനേഷനിലെ ഏറ്റവും ലോവസ്റ്റ് കപ്പാസിറ്റിയുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും നമ്മളുടെ സീരീസ് കോമ്പിനേഷൻ്റെ കപ്പാസിറ്റി എന്നതും കൂടെ പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.